ഇപ്പോൾ തന്നെ എടുത്താൽ റമദാന്റെ മുന്നിലുള്ള പ്രതിജ്ഞകൾക്ക് വലിയ തഅ്സീർ ഉണ്ടാകും, വലിയ ഫലമുണ്ടാകുമെന്ന് ആത്മീയ ലോകത്തെ മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നാം ഇപ്പോൾ പ്രതിജ്ഞ എടുക്കേണ്ടത് ഇപ്പോൾ തന്നെ ആരംഭിക്കുക, റിഹേഴ്സൽ തുടങ്ങുക, ഇപ്പം തന്നെ ദിക്റിൽ തുടങ്ങുക. അങ്ങനെ സംസാരം കുറക്കുക. അനാവശ്യമായി നിന്നെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ, നോമ്പുകാരനെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ അവൻ പറയട്ടെ നോമ്പുകാരനെന്ന് പറയാ. ഇനി പറയണമെന്നില്ല, അതിന്റെ അർത്ഥം ഞാൻ നോമ്പുകാരാണെന്ന് ചിന്തയുണ്ടാവട്ടെ. അല്ലാതെ ഞാൻ നോമ്പുകാരനെന്ന് പറഞ്ഞിങ്ങനെ ഒരു പൊങ്ങച്ചം കാണിക്കണ്ട. ഞാൻ നോമ്പുകാരനാണെന്ന ഒരു ചിന്തയുണ്ടാവണമെന്ന് മുല്ലാ ഖൈറുല്ലാഹു ഹദീസ് വിശദീകരണം പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ചീത്ത പറഞ്ഞാൽ, കുറ്റം പറഞ്ഞാൽ നമ്മൾ നോമ്പുകാരനല്ലേ, അങ്ങോട്ടൊന്നും പറയണ്ട. ഇങ്ങനെ പറയാതെ ആ നോമ്പ് എനിക്ക് കാണിച്ചു തരാം, ഇപ്പൊ ഞാൻ നോമ്പുകാരനാ, നോമ്പ് എനിക്ക് എല്ലാം തരാ, അങ്ങനെ പറയണ്ട. അത് മോശം. ഒന്നും പറയണ്ട, സംസാരം കുറക്കണം. വളരെ അതിന്റെ അർത്ഥം ഖൈറായ കാര്യം പറയണ്ടല്ല. അങ്ങനെയല്ലേ? അന്ത്യനാളിനെ കൊണ്ടും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾ അവൻ ഖൈറ് പറയട്ടെ, എല്ലാം മുന്നാതിരിക്കട്ടെ. ഖൈറ് പറയാം, ഇൽമു പറയാം, നമ്മുടെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരോട് സംസാരിക്കാം. അതൊരു പുണ്യകരമായ കാര്യമല്ലേ? ഒരു അതിഥി വീട്ടിൽ വന്നാൽ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സംസാരിക്കാം. അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ പറയാനില്ലാതെ അനാവശ്യങ്ങളിൽ നിന്ന് ഞാൻ മാറി നിൽക്കുമെന്നൊരു പ്രതിജ്ഞ റമദാൻ മുന്നൊരുക്കമായി നമുക്കുണ്ടാവും.